മുഖ്യമന്ത്രി വി ഡി സതീശനെ സ്നേഹിച്ചങ്ങ് കൊല്ലുകയാണ് ആഭ്യന്തര വകുപ്പ്. നക്കി കൊല്ലുക എന്ന് പറയില്ല. അതെ, അതാണ് സംഭവിക്കുന്നത്. അത് സ്നേഹിച്ച് കൊല്ലുന്നതല്ല, ശരിക്കും പണി കൊടുക്കുന്നതാണ്. ആണ്. കാര്യം പിണറായി പോലീസാണല്ലോ ഇവിടെ എപ്പോഴും ഉള്ളത്. അതെ. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ നാട്ടിലുള്ള പോലീസുകാരെ മുഴുവൻ വിളിച്ച്, പണ്ട് പിണറായി പോകുമ്പോൾ എങ്ങനെയായിരുന്നു അതേ രീതിയിലേക്ക് ആക്കി നിർത്തിയിരിക്കുകയാണ്. അവസാനം സതീശൻ തന്നെ പറയേണ്ടി വന്നു, എൻ്റെ പോകുന്ന വഴി ഇതുപോലെ പോലീസുകാരെ പിടിച്ച് നിർത്തിയേക്കരുത്, അവർക്ക് വേറെ ഒരുപാട് പരിപാടികളുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഒരു ജില്ലയിലൊരു പരിപാടി പങ്കെടുക്കാൻ പോയപ്പോൾ 92 ഉദ്യോഗസ്ഥന്മാരെയാണെന്ന് ഇതിനുവേണ്ടി പ്രത്യേകം അസൈൻ ചെയ്തത്. 3 DYSPമാരുൾപ്പെടെയുള്ള പിന്നെ SIമാരുടെ നീണ്ട നിര, SHOമാർ എല്ലാവരും കൂടെ ചേർന്ന് ഈ ശാന്തിഗിരി ആശ്രമത്തിൽ പോയത് പോത്തങ്കോട്. ഞാനിന്നലെ രാത്രി തമ്പാനൂർ വരുന്ന വഴിക്ക് നമ്മൾ ആലോചിക്കുകയും ചെയ്തു, തമ്പാനൂർ കംപ്ലീറ്റ് പോലീസ്. രാത്രി ഒരു 10 മണി 10:30 ആയിട്ടുണ്ട്. മൊത്തം പോലീസ്, മൊത്തം പിന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയും KSRTCയുടെ അവിടെയും മൊത്തം റോഡിൽ നിരന്ന് നീള പോലീസാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയുകയും ചെയ്തു, എന്തോ VIP ആരോ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പത്രവാർത്ത കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മുഖ്യമന്ത്രി എല്ലാം വരുന്നുണ്ട്, അതിനിവിടെ ആട്ടിലുള്ള പോലീസിനെ മൊത്തം ഇറക്കി നിർത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഭീഷണി ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മുഖ്യമന്ത്രി പല സംഘടനകളും പല വിഷയങ്ങളുടെ പേരിൽ നേരിടാൻ സാധ്യതയുണ്ടെന്നാണ്. അതിനുള്ള ആളിനി ഇവിടെ ഇല്ല. അത് ഇടിയിൽ അവിടെ തടയാൻ പോയതോടുകൂടി തന്നെ കുറേ ഇപ്പോൾ അകത്ത് കിടക്കുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രി ആരും തടയാനൊന്നും പോകുന്നില്ല. അത് പിണറായി വിജയനെ പോലെ ഇനി അഥവാ തടഞ്ഞാലും VD സതീശന് കുഴപ്പമൊന്നുമില്ല. VD സതീശൻ ഭീരുമല്ല. പിണറായി വിജയനെ പോലെ പേടിത്തൊണ്ടെന്നല്ല VD സതീശൻ ഫൈറ്റ് ചെയ്ത് വന്ന ആൾ തന്നെയാണ്. അല്ലാതെ പിണറായി വിജയനെ പോലെ തള്ളു നടത്തി വന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ VD സതീശൻ പെട്ടെന്ന് പേടിക്കുന്ന ആളുമല്ല. എന്നാൽ ഗൺമാൻ ഉണ്ടല്ലോ കൂടെ വണ്ടിയിൽ, പിന്നെ ഒരു പൈലറ്റ് എസ്കോർട്ടും ഉണ്ടല്ലോ മുഖ്യമന്ത്രി, അത് നോർമലി ഉണ്ടാവും. ഇത് നമ്മൾക്കറിയാം. ആദ്യമേ തന്നെ പുള്ളി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ പുള്ളി പറഞ്ഞിരുന്നു, എനിക്ക് സുരക്ഷ വേണ്ട, ഞാൻ അല്ലാതെ ഒറ്റയ്ക്ക് പൊക്കോളാം. അപ്പോൾ പക്ഷേ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് അങ്ങനെ പൈലറ്റ് കൊടുത്തു, എസ്കോർട്ട് ഒഴിവാക്കി. പക്ഷേ വീണ്ടും പോലീസിൻ്റെ റിപ്പോർട്ട് വന്നു, സുരക്ഷാ ഭീഷണിയുണ്ട്, മറ്റു പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പൈലറ്റും എസ്കോർട്ടും അത്യാവശ്യമാണ്. അങ്ങനെ പൈലറ്റും എസ്കോർട്ടും മാത്രമാണ് അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറ്, അല്ലാതെ വാഹന വ്യൂഹമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പോകുന്ന വഴിയിലല്ല ഇപ്പോൾ ഈ പോലീസിനെ കൊണ്ട് വിന്യസിക്കുകയാണ്. ആരും ചോദിക്കണ്ട, സ്വന്തമായിട്ട് ഇവരങ്ങ് പോവാം. അപ്പോൾ നാട്ടുകാർ തന്നെ പറയും, കണ്ട ഇയാൾ പറഞ്ഞതാണല്ലോ എനിക്ക് പോലീസ് എസ്കോർട്ട് വേണം, എന്നിട്ടിപ്പം കണ്ടില്ലേ ഇയാളൊരു കള്ളം പറയുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കാന്നുള്ള ഒരു നീക്കം തന്നെയാണ്. ഇന്നലെ അദ്ദേഹം തന്നെ ഇടപെട്ടിട്ട് പറഞ്ഞു, അവിടുത്തെ SHOയെ വിളിച്ചു പറഞ്ഞു, പോലീസിൻ്റെ സുരക്ഷ ഒരുക്കാൻ ഇറക്കി വിട്ട പോലീസിൻ്റെ ആ സ്റ്റേഷനിലെ SHOയെ തന്നെ വിളിച്ചു പറഞ്ഞു, ഒരു കാരണവശാലും ആരെയും ഇറക്കി വിടേണ്ട കാര്യമില്ല, എനിക്ക് ഇത്രയും സുരക്ഷയുടെ ആവശ്യമില്ല, നിങ്ങൾ വഴിനീളെ ആളെ നിർത്താൻ. കേരളമല്ലേ ഇത്? കേരളത്തിൽ അങ്ങനെ തീവ്രവാദി ആക്രമണമോ ഭീകരാക്രമണമോ അല്ലെങ്കിൽ വഴിയിടാനൊന്നും ആരും വരില്ല. ഇപ്പം നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തോൽക്കാനുണ്ടായ ഒരു വിഷയങ്ങളിൽ ഏറ്റവും ആനുകാലികമായതും ഏറ്റവും പ്രശ്നമുള്ളതുമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പോലീസ് എസ്കോർട്ടായിരുന്നു. ഇദ്ദേഹം വരുന്ന വഴിയിൽ റോഡ് ബ്ലോക്ക് ചെയ്യുക, ട്രാഫിക് സിഗ്നൽ ഓഫ് ചെയ്യുക. നമ്മൾ പട്ടം ജംഗ്ഷനിൽ നമ്മൾ എത്ര തവണ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മളോട് അതിൽ ട്രാഫിക് സിഗ്നൽ ഓഫ് ചെയ്തൊക്കെയാണ്, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല, എല്ലാം പ്രശ്നമാണ്. കുറച്ച് കഴിയുമ്പോൾ കാണാം ഇത് ആരത്തോടുകൂടി ഒരൊറ്റ വരവാണ് പിന്നെ അങ്ങോട്ട്. ആളെ വെറുപ്പിച്ചത് ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നും ഇവർ അധ്വാനിക്കുന്ന തൊഴിലാളിവർഗത്തിൻ്റെ പ്രതിനിധികളാണെന്നും പറഞ്ഞിട്ട് വല്ല അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇല്ലാത്ത രീതിയിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇവിടെ കാണിച്ചത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് VD സതീശൻ പറഞ്ഞത്, എനിക്ക് പൈലറ്റ് മാത്രം മതി, എസ്കോർട്ട് പുള്ളി ആവശ്യപ്പെടുന്നില്ല. പിന്നീട് എസ്കോർട്ട് തന്നെ പോലീസ് തന്നെ കൊടുക്കുകയായിരുന്നു. പിന്നെ മാത്രമല്ല ഈ പോകുന്ന വഴിക്കെല്ലാം പോലീസ്. പക്ഷേ എന്താണ് ഇപ്പോൾ സംഭവം, സതീശൻ എതിലെവിടെ പോയാലും എങ്ങനെ പിണറായി വിജയൻ പോയോ ആ രീതിയിൽ ഇപ്പോൾ പോക്ക്. പോലീസ് ക്രമീകരണം അങ്ങനെ വയ്ക്കും. പോലീസ് അതായത് ഇടതുപക്ഷ പോലീസുകാരാണ് ഇപ്പോഴും ഉള്ളത് എന്ന് പറഞ്ഞാൽ കൂടുതലും അവർ തന്നെയാണ്. പാർട്ടി മാറുമ്പം ഈ ഇടതുപക്ഷത്ത് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വലതുപക്ഷത്തോട്ട് മാറുമെന്നേ ഉള്ളൂ. ഞാൻ രാവിലെ ഇങ്ങോട്ട് ബസ്സിൽ വരുമ്പോൾ അയാൾ പോലീസുകാരൻ തന്നെയാണെന്ന് തോന്നുന്നു, അയാൾ രൂപമൊക്കെ ഉണ്ട്. അയാൾ ഇങ്ങനെ ആരെയും ഫോൺ ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്തിരുന്നാണ്. അയാൾ വിലപിക്കുകയാണ്, കാര്യം അത്രയും വർഷം നിങ്ങൾക്ക് വേണ്ടി ചെയ്തല്ലോ, പ്രസ്ഥാനത്തിന് വേണ്ടിയൊക്കെ ഞാനൊക്കെ ചെയ്തല്ലോ, പക്ഷേ എനിക്കിപ്പം അങ്ങ് വയനാട്ടിലെ കാസർഗോഡൊക്കെ സ്ഥലമാറ്റം വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി കിടന്ന് വിലപിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതുപോലുള്ള പോലീസുകാരെ നിയന്ത്രിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഈ ആരാണ് ഇതിനൊക്കെ തീരുമാനമെടുക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം പോലീസ് സേനയിൽ അഴിച്ചുപണിയുണ്ട്. പക്ഷേ പോലീസ് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ പിണറായി വിജയൻ്റെ കാലത്തെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്നത്, P ശശിയുടെ റൈറ്റ് ഹാൻഡായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ. അയാളാണ് ഓരോ ആൾക്കാരെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ആർക്കൊക്കെ ഇപ്പോൾ നിലവിൽ സ്ഥാനക്കയറ്റം കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുക ഇയാളാണ്. അയാൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പം നമുക്ക് തന്നെ അറിയാം, കശുവണ്ടി അഴിമതി അന്വേഷണ വിജിലൻസ് CA ആയിരുന്ന ജ്യോതികുമാർ ഇപ്പോൾ DYSP ആണ് DCRB കോട്ടയത്ത്. അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കണം.
അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി അത് എല്ലാ ഫയലും റെഡിയായി ഈ ഉദ്യോഗസ്ഥൻ്റെ കയ്യിരിക്കുക, ഇയാൾ ഇത് ഒപ്പിടത്തില്ല. എന്താണ് കാരണം? ഇയാൾ പി ശശിയുടെ ആളാണ് ഈ ഉദ്യോഗസ്ഥൻ. ഇയാൾ പി ശശിയുടെ ആളാണെന്ന് അദർശനായിട്ട് മുഖ്യമന്ത്രി ഓഫീസ് തന്നെ ഉണ്ട്. അപ്പം അയാളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ സ്ഥലം മാറ്റങ്ങളും മറ്റു കാര്യങ്ങളും പ്രൊമോഷനും എല്ലാം ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ. മറ്റൊരു വിചിത്രമായ കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? മുഖ്യമന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നിയോഗിച്ചിട്ടില്ല. അതില്ല, അത് വന്നിട്ടില്ല. എന്താണ്ട് മുസ്ലിം ലീഗിൽ വലിയ വിഷയമായിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനം. ഈ പേഴ്സണൽ സ്റ്റാഫിനെ എടുത്തപ്പോൾ ആരും വേണ്ടപ്പെട്ടവരാരുമില്ല. അതായത് ഇവർക്ക് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തനത്തിലുണ്ടല്ലോ, തല്ലുകൊണ്ട് ഈ പിന്നെ അടിപിടി ഉണ്ടാക്കി ജയിലിൽ പോകേണ്ടി വന്ന ആൾക്കാരെ ഒന്നിനും ഇവർ പരിഗണിച്ചിട്ടില്ല. മൊത്തം തഴഞ്ഞിരിക്കുകയാണ്. എവിടുന്നോ ആരൊക്കെയോ വരുന്നു, ആരാണെന്ന് ആർക്കും അറിയില്ല. അല്ല, ഈ ഇവർ ചെയ്യേണ്ടത് അടിയന്തര മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കണം. അത് നല്ല മിടുക്കനായ ഒരാൾ തന്നെ ആയിരിക്കണം. കാരണം ഈ ശശിയെ പോലുള്ള ഒരാളിരുന്ന സ്ഥലത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ അയാൾ അവരുടെ ശുദ്ധീകരണം നടത്തി കൃത്യമായിട്ട് പോലീസിൻ്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പലപ്പോഴും ഇടപെടാറുള്ളത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ നേരത്തെ പറഞ്ഞ ശശിയുടെ നിഴലായിരുന്ന മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് വീണ്ടും ഇതൊക്കെ തന്നെ ചെയ്യും. അല്ല, ഈ ശശിയുടെ നിഴലായിരുന്ന ആളെ വീണ്ടും അവിടെ നിൽക്കുന്നു, അയാൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അയാൾ പോകത്തില്ല. എന്തുകൊണ്ടാണ് അയാൾ പോകാത്തത്? അപ്പോൾ എന്താണ് ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള ഒരു കോക്കസ്? എന്തൊക്കെയോ അന്തർധാരകളുണ്ടല്ലോ, നല്ലപോലെ അന്തർധാരയുണ്ട്. നമുക്കറിയാമല്ലോ, CPM ഒരു നേതാവും CPM കാലത്തെ മന്ത്രിയും അന്നത്തെ കോൺഗ്രസ് നേതാവും തമ്മിലുള്ള ഒരു അന്തർധാര അത് തന്നെ ഇപ്പം തിരിച്ചു വരുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മന്ത്രി ഇയാളായി, അപ്പം ഈ മറ്റേ ആളുമായിട്ടുള്ള അന്തർധാരയുണ്ട്. അല്ലെ, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തമ്മിലുള്ള പണ്ട് വ്യക്തിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അന്തർധാരയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്തിക്ക് പറഞ്ഞത്, ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും അധികം ബിസിനസ് ചെയ്യുന്നത് ഈ ഇരു മുന്നണികളിൽ അല്ലെങ്കിൽ 3 മുന്നണികളിലെ നേതാക്കന്മാരുടെ മക്കൾ ഒരുമിച്ചാണ്. അപ്പോൾ മക്കളെ ഒരുമിച്ച് ബിസിനസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബന്ധം അവർക്ക് ഇരിക്കുകയല്ലേ. അപ്പോൾ ആര് ഭരിച്ചാലും മക്കളാരും സേഫാണ്. അപ്പോൾ ഈ മക്കളെ ആര് നോക്കാൻ അമിതമായി രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കന്മാർ ഇറങ്ങിയതോടുകൂടിയാണ് ഇതൊക്കെ സംഭവിച്ചതാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും ഈ പറയുന്ന എന്താ പറയുന്നത്, വി ഡി സതീശന് അമിതമായ സെക്യൂരിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി തന്നെയാണിത്. അത് മനസ്സിലാക്കുമോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെയെങ്കിലും. അല്ല, അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എനിക്ക് ഒന്ന് റിപ്പോർട്ട് കിട്ടിക്കാണ്. ഇന്റലിജൻസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് അനാവശ്യമായിട്ട് സുരക്ഷ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, തനിക്ക് ഇത്രയും സുരക്ഷ വേണ്ട. സുരക്ഷയെന്നല്ല, തൻ്റെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് പോലീസിനെക്കാരെ മൊത്തം കൊണ്ട് വിന്യസിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തിനാ അങ്ങനെ? കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. മുഖ്യമന്ത്രി ആരും പിടിച്ചോണ്ടെന്ന് പോലെ. പിന്നെ ഒരു തോക്കുമായിട്ടൊരു ഗൺമാൻ ഉണ്ടല്ലോ, മറ്റേ പിണറായിയുടെ കാലത്ത് വടിയില്ലെന്നല്ലോ, അനിൽ കല്ലീരിൻ്റെ വടിയില്ലെന്നല്ലോ, തോക്ക് കയ്യിലിരിപ്പുണ്ട്. പിന്നെ എസ്കോട്ടും പൈലറ്റും പോലീസ് പറഞ്ഞില്ല, അവർ തോക്കൊക്കെ കാണില്ലേ? അത്യാവശ്യം ആകാശത്തുകയറി വെടിവെച്ചാൽ ഓടാമെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഏത് പിന്നെ രാഷ്ട്രീയക്കാരൻ തടയാൻ? ഇവിടെ തീവ്രവാദ സംഘടനയൊന്നും അങ്ങനെ തടയാനൊന്നും വരില്ല. നമുക്ക് ഓർമ്മയില്ല, പണ്ട് PCR തോക്കെടുത്തപ്പോൾ ഓടി ഓട്ടം കണ്ടില്ല എല്ലാവരും കൂടെ. എൻ്റെ അങ്ങനെ തോക്ക് പിസ്റ്റൾ എടുത്തപ്പോൾ എല്ലാവരും ഓടി, തടയാൻ വന്നവരൊക്കെ. അതുപോലെ ഒരു കൂടെ ഇത്രയും സെക്യൂരിറ്റി ഇല്ലേ? ഇത് മതി, കേരളത്തിൽ ഇതൊക്കെ മതി. അതല്ലാതെ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ജനങ്ങളെ നെഞ്ചിൽ കൂടെ വണ്ടി ഓടിക്കുക എന്നുള്ള പരിപാടി ഇത് മഹാവൃത്തികേടാണ്. അതാണ് ശരിക്കും വേണ്ടത്. ഇപ്പം ആവശ്യപ്പെടാത്ത സുരക്ഷ മുഖ്യമന്ത്രിക്ക് ഒരുക്കുന്നു. മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ അനാവശ്യമായിട്ട് പോലീസിനെ വിന്യസിക്കുന്നു. അങ്ങനെ മറ്റൊരു പിണറായി പരിവേഷം ഇദ്ദേഹത്തിന് കൊടുത്ത് ബാലൻസ് ചെയ്യാനുള്ള പോലീസിലെ ഇടത് ഫ്രാക്ഷൻ്റെ ശ്രമമാണ് ഈ നടക്കുന്നതെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇവരെയൊക്കെ മാറ്റി നിയമിക്കുന്ന കാര്യത്തിൽ ഇവരിനി എന്ന് തീരുമാനം എടുക്കുമെന്ന് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ.